SIR നടപ്പിലാക്കാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. കേന്ദ്രത്തിന്റെ കളിപ്പാവയാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപനങ്ങളെ അനുവദിച്ചുകൂടാ എന്നും രണ്ടാംഘട്ട SIR പ്രക്രിയയ്ക്കെതിരെ എല്ലാവരും യോജിച്ച് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷിജോ കുര്യൻ ചേർന്നു. ഷിജോ, SIRനെതിരെ നമുക്കറിയാം രാജ്യവ്യാപകമായി പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിൽ സുപ്രീം കോടതിയിൽ കേസിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇത് നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ധന്യ, നമുക്കറിയാം ബീഹാറിൽ നടപ്പിലാക്കിയ SIRന്റെ ഭരണഘടനാ സാധുതയടക്കം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ആ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഇതിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം നടക്കാൻ പോവുകയാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അസാധ്യമാണ് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതാണ്. അപ്പോൾ അതുപോലും കേൾക്കാതെ ഇപ്പോൾ ഇത് അസാധ്യമാണ് എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടും ഇത് കേരളത്തിലടക്കം നടപ്പിലാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ മറ്റ് ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഇതത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയില്ല. അതായത് ഇത് ജനവിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലായിട്ട് കാണേണ്ടി വരും. കേന്ദ്ര സർക്കാർ ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള വിമർശനം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് ഒരു തരത്തിലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപ്പിലാക്കരുത് എന്നുള്ള കാര്യങ്ങൾ തന്നെ നേരത്തെ വിവിധ പാർട്ടികൾ UDF ആയാലും CPM ആയാലും ഒക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതാണ്. കേരള നിയമസഭ ഇതിനെതിരെ ഒന്നടങ്കം പ്രമേയം പാസ്സാക്കിയതാണ്. അതിനിടയിലാണ് ബീഹാറിലെ SIR നടപ്പിലാക്കിയ ഭരണഘടനാ സാധുതയടക്കം പരിശോധിക്കുന്ന ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണനയിലേക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയില്ല. ഇതിനെതിരെ ഒന്നടങ്കം എല്ലാവരും രംഗത്ത് വരണം എന്നുള്ളൊരു ആഹ്വാനം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നുണ്ട്. ഇത് ജനവിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സംശയ നിഴലിലാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കം എന്നുള്ള വിമർശനം കൂടി മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരണം എന്നുള്ള ആഹ്വാനം കൂടി മുഖ്യമന്ത്രി നടത്തുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞ തീയതിക്കനുസരിച്ച് തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കം ഇതിനോടൊക്കെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി അടക്കം ഇതിനെതിരെ രംഗത്ത് വരുന്നത്. എന്തായാലും രംഗത്ത് വന്നാലും ഈ സംവിധാനങ്ങൾ തെറ്റുകൂടാത്ത രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവെക്കുന്നത്. എന്തായാലും ഇതിനെതിരെ UDFും CPMും എല്ലാവരും രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. എന്തായാലും ഈ നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ജനങ്ങളുടെ വെല്ലുവിളിയാണ് എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി പറയുന്നത്. ധന്യ.